الشيطان الرجيم من أوفى بعهده واتقاه إن الله يحب المتقين. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ വിശ്വാസികൾക്ക് നൽകിയ കൽപ്പനകളിലൊന്നാണ് ഏറ്റെടുത്ത കരാറുകൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളത്. മനുഷ്യജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായും ഇടപെടേണ്ടി വരുന്ന ഒരു മേഖലയാണ് കരാറുകളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കരാറുകളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള കരാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടുള്ളത്. ലോകത്തെ മുഴുവൻ മനുഷ്യരും സൃഷ്ടാവായ അള്ളാഹുവിനോടൊരു കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം കരാറുകളിൽ അധിഷ്ഠിതമാണ്. കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വഔഫൂ ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. നിങ്ങൾ കരാറുകൾ പൂർത്തീകരിച്ച് നൽകണം. തീർച്ചയായും കരാറുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിനോടുള്ള കരാറ്, സൃഷ്ടാവായ റബ്ബിനോടും സൃഷ്ടികളോടും നാം കരാറുകൾ നടത്തുമ്പോൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബുദ്ധിമാന്മാരായ വിശ്വാസികളുടെ ഗുണങ്ങളെപ്പറ്റി അള്ളാഹു എണ്ണി പറഞ്ഞപ്പോൾ ഇന്നമാ യതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമാണ് ഉറ്റാലോചിക്കുന്നത്, ചിന്തിക്കുന്നത്. അവരുടെ പ്രത്യേകതകൾ പിന്നീട് എണ്ണി പറഞ്ഞു. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്, അവർ അല്ലാഹുവിനോടുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ്. വലയൻഖുലൂനൽ മീസാഖ്, അല്ലാഹുവിൽ നിന്ന് വാങ്ങിയ കരാറുകളെ അവർ ലംഘിക്കാറില്ല. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ബന്ധം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവരാണ്. എന്താണ് ഇവരെ പ്രേരിപ്പിച്ച ഘടകമെന്നറിയുമോ? വയഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനോടുള്ള ഭയമാണ് അവർ കരാറുകൾ പൂർത്തീകരിച്ചത്. വയഖാഫൂന സൂഅൽ ഹിസാബ്, നാളെ മരണാനന്തരം റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ മോശപ്പെട്ട വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്ന ഭയമാണ് അവർ ഏർപ്പെട്ട കരാറുകളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള കാരണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ കരാർ ഏതാണ്? അത് നമ്മുടെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ എടുത്ത കരാറാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വബിഅഹ്ദില്ലാഹി ഔഫു, അല്ലാഹുവിനോട് നിങ്ങൾ ഏറ്റെടുത്ത കരാറുകൾ നിറവേറ്റണം. ഏതാണ് നാം അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാറ്? 5 നേരം കൈകെട്ടി റബ്ബിന്റെ മുന്നിൽ നിന്ന് പറയുന്നൊരു വാചകമുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയിലെ ഓരോ വാചകത്തിനും അല്ലാഹു മറുപടി നൽകുമെന്നാണ്. നാം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാചകം ഉരുവിടുമ്പോൾ അല്ലാഹു പറയുന്നൊരു മറുപടിയുണ്ട്, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാറ്. അതേ, എന്റെ അടിമ ചോദിക്കുന്നത് ഞാൻ അവന് നൽകുന്നതാണ്. നോക്കൂ, ഈ ഭൂമിയിൽ നാം ജനിച്ച് നമ്മളെ ഇത്രയും വലുതാക്കി നമുക്കെല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന റബ്ബിനോട് നന്ദി കാണിക്കാനുള്ള കരാറാണ് ആ തൗഹീദിന്റെ കരാർ. അത് നാം നിറവേറ്റൽ നമ്മുടെ ബാധ്യതയാണ്. ഏത് നിമിഷത്തിലും ഏത് സന്ദർഭത്തിലും ഏത് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ സഹായം തേടൂ എന്ന അടിയുറച്ച തൗഹീദിന്റെ വിശ്വാസം പൂർത്തീകരിക്കുമ്പോഴാണ് നാം അല്ലാഹുവിനോടുള്ള കരാറ് പൂർത്തീകരിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ പറ്റി അല്ലാഹു കൊടുത്ത വിശേഷണമുണ്ട്, വഇബ്രാഹിം അല്ലദീ വഫാ, ഇബ്രാഹിം നബി കടമകൾ പൂർത്തീകരിച്ചവനാണ്. അദ്ദേഹം ആരോടുള്ള കടമയാണ് ആദ്യം പൂർത്തീകരിച്ചത്? റഹ്മാനായ റബ്ബിനോടുള്ള കടമ. അള്ളാഹുവിന്റെ മുഴുവൻ കൽപ്പനകളും
അദ്ദേഹം ഫഅതമ്മഹുന്ന പൂർത്തീകരിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുടുംബത്തോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ, വരും തലമുറയോടുള്ള കടമകൾ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം നിറവേറ്റിയെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇനി നോക്കൂ, സൃഷ്ടാവിനോട് മാത്രമല്ല, അവന്റെ സൃഷ്ടികളോട് ചില കരാറുകളുണ്ട്. നാം ജീവിക്കുന്ന മേഖലകളിൽ ഒക്കെയും കരാറുകൾ ഏർപ്പെടേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, നാം വലിയ ഗൗരവമൊന്നും കൊടുക്കാത്ത, വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യയോടുള്ള കരാറുകൾ. വിശുദ്ധ ഖുർആൻ ശക്തമായ കരാർ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് നമ്മുടെ ഇണകളോട്, ഭാര്യയോട് നാം എടുത്തിരിക്കുന്ന കരാറ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. അവർ, ഭാര്യമാർ, നിങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാരെ ഏറ്റെടുത്തിരിക്കുന്നത് ശക്തമായ കരാറാണ്. ഈ വിഷയത്തിൽ എത്രത്തോളം ആളുകൾക്ക് ആത്മാർത്ഥതയോടുകൂടി ഭാര്യമാരോട് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ അവരുടെ മാതാപിതാക്കൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ എത്രയെത്ര ബന്ധങ്ങൾ, എത്രയെത്ര ദാമ്പത്യ ജീവിതങ്ങൾ, എത്രയെത്ര സ്ത്രീകൾ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് എത്തിയത് ഈ കരാറുകൾ ഭർത്താക്കന്മാർ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാനും നിങ്ങളും അടങ്ങുന്നവർ നമ്മുടെ ഭാര്യമാരോട് പൂർത്തീകരിക്കേണ്ട കരാറിന്റെ ഗൗരവത്തെ നാം തിരിച്ചറിയണം. ഇനി നോക്കൂ, നമ്മുടെ മക്കൾക്ക് നാം കരാറ് കൊടുത്താൽ പാലിക്കാറുണ്ടോ? മക്കൾക്ക് കൊടുത്താൽ അത് പാലിക്കാൻ കഴിയുമെന്നുള്ള കരാർ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ചില ഓഫറുകൾ മക്കൾക്ക് കൊടുക്കും, ഞാൻ അത് വാങ്ങിത്തരാം, ഞാൻ ഇത് വാങ്ങിത്തരാം എന്നൊക്കെ നമ്മൾ മക്കളോട് പറയും. പക്ഷെ സമയത്ത് നമ്മളത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അത് ഒരു തവണയാണെങ്കിൽ അത് പിന്നീട് മക്കൾ വിടും. പല ആവർത്തി മക്കളത് കാണുകയാണെങ്കിൽ മക്കള് മാതാപിതാക്കളിൽ നിന്ന്, വാപ്പയിൽ നിന്ന് പഠിക്കുന്നത് എന്തായിരിക്കും? നാം ചിന്തിച്ചു നോക്കൂ. വാപ്പ പറഞ്ഞ അതൊന്നും ചെയ്തു തരൂല എന്ന് പറയും. പൊതുവെ മക്കൾ പറയുന്നൊരു വാക്കാണ്. വാപ്പ പറയും, പക്ഷെ വാപ്പ അത് മറന്നുപോകും. വാപ്പ അതല്ലെങ്കിൽ ചെയ്തു തരൂല. അപ്പൊ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതേ വാക്കായി കൊടുക്കാൻ പാടുള്ളൂ, കരാറുകൾ നൽകാൻ പാടുള്ളൂ. അല്ലാത്തതൊരു വാക്ക് കൊടുക്കണ്ട. അങ്ങനെ ഒരു വാക്ക് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ കൊടുത്താൽ അത് നിറവേറ്റണം. കാരണം നമ്മൾ വാക്ക് നിറവേറ്റുമ്പോൾ, മക്കൾക്ക് കൊടുത്ത കരാറുകൾ നിറവേറ്റുമ്പോൾ അവർ നമ്മളിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? കരാറ് നൽകിയാൽ, വാക്ക് നൽകിയാൽ അത് പാലിക്കണമെന്ന പാഠം അവർ പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ്. അതുകൊണ്ട് മക്കളോട് കരാറ് കൊടുത്താൽ അത് നിറവേറ്റാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ജോലി നമ്മൾ ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്ത് നമ്മൾ വന്ന് ഒരു ജോലിയിൽ കയറി അതിന്റെ വിസ നമുക്ക് പാസ്സായി കിട്ടണം, അത് വിസ നമുക്ക് അടിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് കൊടുക്കണം. ജോബ് കോൺട്രാക്റ്റിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അതിലൊരു കരാറുണ്ട്. ആ കരാർ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. ഈ രാജ്യത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മൾ വിസിറ്റ് വിസയിൽ, ഒരു സന്ദർശക വിസയിൽ വന്നാൽ പോലും ഈ രാജ്യത്തോട് നമുക്ക് കരാറുണ്ട്. ഇനി നോക്കൂ, എത്രയോ ആളുകൾ ബിസിനസ്സിൽ ഏർപ്പെടാറുണ്ട്. അവർ പരസ്പരം തങ്ങളുടെ പങ്കാളികളോട്, ബിസിനസ് പങ്കാളികളോട് എത്രയെത്ര കരാറുകൾ അവരെഴുതി ഒപ്പിടുന്നു. എന്നാൽ എത്രയെത്ര മനുഷ്യർ അത് ലംഘിച്ച് കാറ്റിൽ പറത്തുന്നു. എത്ര ബിസിനസ്സുകൾ തകർന്നുപോയി. എത്ര ആളുകൾ പരസ്പരം സ്നേഹിതന്മാരായിരുന്നവർ ശത്രുക്കളായി മാറി. പരസ്പരം അതേ വലിയ വലിയ ശത്രുക്കളായവർ മാറിയത് കരാറുകൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജോലിയിൽ പോലും നമ്മൾ കരാറുകൾ പൂർത്തീകരിക്കാൻ കഴിയണം. കൊടുത്ത വാക്കുകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ, ഡിപ്ലോമാറ്റിക്കലി ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി പല കരാറുകളിൽ ഏർപ്പെടും. നോക്കൂ, ഇസ്ലാം ശത്രുക്കളോട് പോലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെയൊന്നും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതിലേറ്റവും ചരിത്ര പ്രസിദ്ധമാണ് ഹുദൈബിയ സന്ധി. യുദ്ധം നിർത്തലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ അറേബ്യയുടെ മണ്ണിൽ സമാധാനം സ്ഥാപിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവിധ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് ഹുദൈബിയ സന്ധി എഴുതി രേഖപ്പെടുത്തി ഒപ്പിട്ട് കൊടുത്തു. പല സ്വഹാബികൾക്കും ഇഷ്ടപ്പെട്ടില്ല ഹുദൈബിയ സന്ധിയിലെ പല കരാറുകളും. പക്ഷേ ആകാശത്ത് നിന്ന് വഹി ഇറങ്ങുന്ന പ്രവാചകൻ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, വരാനിരിക്കുന്ന നന്മയെ കണ്ടുകൊണ്ട് ചില വിട്ടുവീഴ്ചക്ക് തയ്യാറായി. അലി റളിയല്ലാഹു അൻഹുവിനെ ആ എഴുത്തിൽ ചില വാചകങ്ങൾ എഴുതാൻ പോലും കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയ വാചകത്തെ തൊട്ട് നീരസം കാണിച്ചു. നോക്കൂ, ആ കരാർ ലംഘിച്ചത് ശത്രുക്കളായിരുന്നു. പിന്നീട് അതിന്റെ അന്തിമ വിജയം ആർക്കായിരുന്നു? ഒരു തുള്ളി രക്തം താഴെ വീഴാതെ
ഒരു യുദ്ധം പോലുമില്ലാതെ മക്കയുടെ അധികാരം പ്രവാചകന്റെ കൈകളിലേക്ക് എത്തിയത് ആ ഹുദൈബിയ സന്ധി കൊണ്ടായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ജൂതന്മാരുമായി പ്രവാചകൻ സന്ധിയിലേർപ്പെട്ടു, മദീനയിലും അല്ലാത്തപ്പോഴും. പക്ഷെ ആ കരാറുകൾ നിറവേറ്റാതെ പൂർത്തീകരിക്കാതെ ലംഘിച്ചത് ജൂതന്മാരായിരുന്നു. അങ്ങനെ എത്രയെത്ര കരാറുകൾ ശത്രുക്കളുമായി പോലും ഇസ്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കരാറുകൾ പൂർത്തീകരിക്കുന്നിടത്ത് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാറ് പൂർത്തീകരിക്കാത്തവന് മതമില്ല, കരാറ് പൂർത്തീകരിക്കാത്തവന് ദീനില്ല. ആലോചിച്ചു നോക്കണം, മുസ്ലിം നാമധാരിയായി മുസ്ലിം പേര് വെച്ചുകൊണ്ട് നമ്മൾ കരാറുകളിൽ ഏർപ്പെട്ടിട്ട് വഞ്ചന കാണിച്ചാൽ നമ്മൾ പറയും, അവൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം, അവൻ ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യം, അവൻ ഈ താടി വെച്ച് നടന്നിട്ട് എന്ത് കാര്യം, അവൻ മുസ്ലിമായിട്ട് നിസ്കാരത്തണുമ്പ് കൊണ്ടു നടന്നിട്ട് എന്ത് കാര്യം, അവൻ പറഞ്ഞ വാക്കുപാലിക്കാറില്ല, കരാറ് പൂർത്തീകരിക്കാറില്ല എന്ന് എത്ര മനുഷ്യരെ പറ്റി പരാതികളും പഴികളും നാം കേട്ടിട്ടുണ്ട്. നാം ആലോചിച്ചു നോക്കണം. പ്രവാചകൻ അവരെ പറ്റി പറഞ്ഞത് കരാറില്ലാത്തവൻ, കരാർ പൂർത്തീകരിക്കാത്തവന് മതമില്ല എന്നാണ്, അവന് ദീനില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഒരാൾ കരാർ ഏറ്റെടുത്തിട്ട്, നമ്മളോട് ഒരാൾ കരാർ തന്നിട്ട് അത് നമുക്ക് പൂർത്തീകരിച്ച് തന്നില്ല, വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഈർഷ്യത എത്രയായിരിക്കും, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന്റെ അഗ്നി എത്രയായിരിക്കും, നമ്മുടെ വൈകാരികത എത്രയായിരിക്കും, അത് നാം ആലോചിക്കണം. നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് കരാറുകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണങ്ങളായി എണ്ണിയതിലൊന്ന് വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, ബാധ്യതകളും കരാറുകളും അമാനത്തുകളും പൂർത്തീകരിക്കുന്നവരാണവർ. ഉലൈകഹും, അതെ, ഉലൈകഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുത്തവർ. എന്തിനെ? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസിനെ അനന്തരമെടുത്തവർ കരാറുകൾ പൂർത്തീകരിച്ചു കൊടുത്തവരാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇനി ജനങ്ങളോടുള്ള കരാറുണ്ട്, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള കരാറുണ്ട്. എത്രയെത്ര ഭരണാധികാരികൾ ജനങ്ങളോട് കരാർ പൂർത്തീകരിക്കാതെ കഴിഞ്ഞുപോയി. സത്യപ്രതിജ്ഞയെടുത്തും വാക്കുകൊടുത്തും മന്ത്രിസ്ഥാനങ്ങളും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളും ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ട് കരാറുകൾ പൂർത്തീകരിക്കാത്ത എത്ര ഭരണാധികാരികൾ. നോക്കൂ, പ്രവാചകന്റെ ഒരു ഹദീസ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അബ്ദല്ലാഹു അൻഹു. ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു, ജനങ്ങളുടെ പണം ശേഖരിച്ചു, അത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അബ്ദല്ലാഹു അൻഹു, അത് അല്ലാഹുവിന് പൂർത്തീകരിച്ചു കൊടുക്കും. എന്നാൽ വമൻ അഖദ യുരീദു ഇത്ലാഫഹ, അത് നശിപ്പിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു അവനെ നശിപ്പിക്കുന്നതാണ്. ഏറെ ശ്രദ്ധേയമായ ഹദീസാണ്. ഈ സമകാലിക സാഹചര്യത്തിൽ ഏറെ സ്യൂട്ടായിട്ടുള്ള ഹദീസാണ്. എത്രയോ ആളുകൾ ചാരിറ്റിയുടെ പേരിൽ പണം പിരിക്കുന്നു, എന്നിട്ട് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അതിന്റെ അവകാശങ്ങൾ കിട്ടാതെ പോകുന്നു. എത്രയെത്ര ഭരണാധികാരികൾ ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് പിരിച്ചു, എത്ര കോടികൾ ജനങ്ങൾക്ക് കരാർ നൽകി തരാമെന്ന്, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു, എത്രയെത്ര പണങ്ങൾ കോടികളായി പിരിച്ചിട്ട് ഖജനാവിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. അവർക്കുള്ള മറുപടി അള്ളാന്റെ റസൂല് നൽകുകയാണ്, ആരെങ്കിലും ആ പണം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു അവനെ നശിപ്പിക്കുന്നതാണ്. ഇത് കരാറിന്റെ ലംഘനമാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ കാണണം. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് നാം പിരിച്ചെടുത്ത പൈസ അതിന്റെ അർഹരായ ആളുകൾക്ക് നാം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറുകൾ പൂർത്തീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 55 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ജൂലൈ 18 ഈ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന 7 എമിറേറ്റ്സുകൾ ഒരുമിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കരാറുണ്ട്. ഈ രാജ്യത്തിൻ്റെ പിതാവ് ഷെയ്ഖ് സായിദ് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു അഹ്ദുൽ ഇത്തിഹാദ്, ഐക്യത്തിൻ്റെ കരാറ്
7 ഭരണാധികാരികളെയും ഒരുമിപ്പിച്ചിരുത്തിക്കൊണ്ട് എഴുതി വച്ച കരാറ് ഇപ്പോൾ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ആ എഴുതി വച്ച കരാറിൽ ഒരു ചെറിയ അനൈക്യത്തിൻ്റെ ശബ്ദമില്ലാതെ, അനൈക്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മുറുമുറുപ്പുകളില്ലാതെ ഇന്നും ഐക്യത്തോടുകൂടി നിലനിൽക്കുന്നത് അവർ അന്ന് എഴുതി രേഖപ്പെടുത്തിയ കരാറിൻ്റെ പൂർത്തീകരണമാണ്. വ്യത്യസ്ത ശബ്ദങ്ങളായിരുന്നതിനെ ഒരൊറ്റ ശബ്ദമായി ലോകത്തിൻ്റെ മുന്നിൽ അവർ കൊണ്ടുവന്നു. വ്യത്യസ്ത പ്രവർത്തനങ്ങളെ അവർ ആ കരാറിലൂടെ ഏകീകരിപ്പിച്ചു. എന്നിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സുസ്ഥിരതയും സമാധാനവും അവർ നൽകി. അതെന്തിൻ്റെ പേരിലായിരുന്നു? ഈ എമിറേറ്റ്സുകളുടെ ഐക്യക്കരാറിൻ്റെ പേരിലായിരുന്നു. അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകമെന്താണ്? പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് നല്ല കരാറുകളിൽ ഏർപ്പെടുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം കരാറുകളിൽ നാമും ഏർപ്പെടാം, നമുക്കും ഏർപ്പെടാം. ഐക്യപ്പെടാനുള്ള കരാറുകൾ, മുസ്ലിം ഉമ്മത്തിനെ ഐക്യപ്പെടുത്തുന്ന, മുസ്ലിം ഭരണാധികാരികൾ ഐക്യപ്പെടുത്തുന്ന കരാറുകളിൽ നമുക്കും ഏർപ്പെടാൻ കഴിയണം. അന്ന് ഷെയ്ഖ് സായിദ് എഴുതി വെച്ച, ഒപ്പിട്ട് അന്നത്തെ 7 ഭരണാധികാരികൾ ഒപ്പിട്ട കരാറാണ് ഇന്ന് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഈ ഒരു ഇമാറാത്തിനെ, എമിറേറ്റ്സിനെ ഒരു രാജ്യമായി വലിയ ഒരു ഉയർച്ചയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാം ഇന്ന് ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവരന്ന് എഴുതി വെച്ച കരാറിന്റെ തൽഫലമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ അവർ ചെയ്ത നന്മയെ നമുക്ക് ഓർക്കാം. അവർ ചെയ്ത ആ ഒരു ദൗത്യത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ മാർഗം നമുക്ക് പിന്തുടരാം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇമാറാത്തിൽ ഐക്യവും സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുമാറാകട്ടെ. ഇതിനേക്കാളും ഭംഗിയായി ഇനിയും മുന്നോട്ട് കുതിക്കാൻ അള്ളാഹു ഈ രാജ്യത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത എമിറേറ്റ്സുകളിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ വഫിഖ് റഈസദ് ദൗല വഹുക്കാമൽ ഇമാറാത്ത്. അല്ലാഹുമ്മ അദിം ദൗലത്തൽ ഇമാറാത്തിൽ ഇസ്തിഖറാർ വൽ ഖനാഅ. اللهم أدم على الدولة الإمارات الاستقرار والازدهار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم اعز الإسلام والمسلمين واذل الشرك والمشركين. اللهم اعز الإسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.